വെൽക്കം ബാക്ക് ടു ജാസി എമ്മി കുക്കിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഒന്ന് റെഡിയാക്കിയിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പുറംഭാഗം, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല സ്പൈസി ആയിട്ടുള്ള റോൾസും അതുപോലെ സമോസയൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമോസയും അതുപോലെ റോൾസൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമോസേൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ബനാനയാണ്, നേന്ത്രപ്പഴമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കുന്ന ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്, അതുപോലെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ എപ്പോഴും പഴംപൊരിയൊക്കെയാണ് ട്രൈ ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 4 ഏത്തപ്പഴമാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്തതും മധുരമുള്ളതായിട്ടുള്ള ഏത്തപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് ചെറീസാണ്. അപ്പോൾ ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ വീടുകളിലും കാണുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ചെറീസ്. പിന്നെ വേണ്ടത് ഡ്രൈ ഗ്രേപ്സ് ആണ്. അപ്പോൾ 2 ടൈപ്പിലുള്ള ഡ്രൈ ഗ്രേപ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഷുഗറാണ്. അത് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു 5 ഏലക്കയും ഒരു 1/4 ടീസ്പൂണോളം ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏലക്കയും ജീരകമൊക്കെ ഷുഗറിലേക്ക് ചേർത്തൊന്ന് പൊടിച്ച് വയ്ക്കാം. പിന്നെ വേണ്ടത് ഈ ഡേറ്റ്സും അതുപോലെ ഏത്തപ്പഴമൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അരമുറി തേങ്ങയും അതുപോലെ കുറച്ച് നെയ്യുമാണ്. ഇനി പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഗ്രേപ്സ് ആദ്യം തന്നെ ഒന്ന് നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ശേഷമാണ് നമ്മൾ ആ ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പഴം വഴറ്റിയെടുക്കുന്ന സമയത്ത് ഈ ഡ്രൈ ഗ്രേപ്സ് ഒക്കെ ചേർത്ത് കൊടുത്താലും മതിയാവും. പക്ഷേ ഇതുപോലെ നെയ്യിൽ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഓരോ ബൈറ്റിലും ആ നന്നായിട്ട് ഫ്രൈ ആയിട്ടുള്ള ആ നെയ്യിലൊക്കെ കിടന്ന് വഴഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ നെയ്യിലേക്ക് തന്നെ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് അതും കൂടിയിട്ട് ഒന്ന് കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ബാക്കി വന്നിട്ടുള്ള ആ നെയ്യിലേക്കാണ് നമ്മൾ പഴം ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി പഴം നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞു വരണം. അതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി പഴം നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഡേറ്റ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പഴത്തിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പഴത്തിൻ്റെ മിക്സ് നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തത് തേങ്ങയാണ്. അപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിടാം. അപ്പോൾ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പഴത്തിൻ്റെ മിക്സിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി അതിൽ നിന്ന് എണ്ണ തെളിയുന്ന ഒരു സമയം വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വച്ചതിന് ശേഷം വേണം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഡ്രൈ ഗ്രേപ്സ് ആണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പഴമായിട്ട് മിക്സ് ചെയ്ത് വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തതാണ്, അതും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിടാം. അപ്പോൾ ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് മിക്സ് ചെയ്തിടാം. ഇനി നമ്മൾ ഷുഗർ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഏലക്കയും ആ ജീരകവും ഒക്കെ ചേർത്ത് പൊടിച്ച് വെച്ച ഷുഗറാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഷുഗർ ചേർത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ആ ഏലക്കയും ജീരകവും മാത്രം പൊടിച്ച് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ചെറീസാണ്. അതിൻ്റെ കായൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലൊരു പേസ്റ്റായിട്ട് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ നേരം നമ്മുടെ സമൂസ ഷീറ്റ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കുന്നത് റോൾസാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ബോളായിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ ആ റോൾസിൻ്റെ ഉള്ളിൽ വെക്കാൻ പാകത്തിന് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് സമൂസ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാനായിട്ട്
ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിങ്ങനെ 4 സൈഡിലും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ നേരം പിന്നെ ഇത് വിടർന്നൊന്നും പോവില്ല, കറക്റ്റായിട്ട് ആ റോൾ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ റോൾ ഷേപ്പിൽ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിവിടെ ബാക്കി കുറച്ച് സമൂസേൻ്റെ ഷേപ്പിൽ തന്നെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ആദ്യം തന്നെ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് തിരിച്ചും ഒരു ട്രയാങ്കിൾ ഷേപ്പ് കീപ്പ് ചെയ്ത് തന്നെ ഈ സൈഡിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒരു ചെറിയ പോക്കറ്റ് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഈ ഒരു പോക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഫില്ലിങ് റെഡിയാക്കി വെച്ച് കൊടുക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ട്രയാങ്കിൾ ഷേപ്പ് കീപ്പ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലേക്ക് തന്നെ കണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് ചേർത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ട്രയാങ്കിൾ ഷേപ്പ് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കാൻ പാകത്തിന് തന്നെ നമ്മൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബാക്കി വരുന്ന ആ പീസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മൈദയിലെ മിക്സ് ഒന്ന് തേച്ച് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മളിത് ഫോൾഡ് ചെയ്യാൻ നേരം ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കീപ്പ് ചെയ്തിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേറെ ഒന്നും ഇതിൽ വലിയ ശ്രദ്ധിക്കാനൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചായക്കൊക്കെ വേണ്ടിയിട്ട് റെഡിയാക്കുമ്പോൾ പെട്ടെന്ന് റോൾസ് റെഡിയാക്കാനാണ് നമുക്ക് ഈസി. ഇനി നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ പാന് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ റോൾസായിട്ട് നമുക്കിതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആ ഒരു നമ്മുടെ സമൂസ ഷീറ്റ്സ് ജസ്റ്റ് ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നൊരു സമയത്ത് തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒത്തിരി ഡാർക്ക് കളറായി പോവുകയും ചെയ്യും. പിന്നെ അത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് കുറച്ചുകൂടി ഒന്ന് ഡാർക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഇതൊന്ന് കോരി മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും അതുപോലെ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പഴംപൊരിയൊക്കെയാണ് ഉണ്ടാക്കി ബോറടിച്ചെങ്കിൽ ഉറപ്പായിട്ടും വെറൈറ്റി ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടെ ബെല്ലൈക്കണും കൂടി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതുപോലെ യമ്മി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.